എക്സാലോജിക്കിൻ്റെ പണമിടപാടുകളെക്കുറിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തെ ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജി തള്ളിക്കൊണ്ടുള്ള ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ഉത്തരവ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷം അത് വായിച്ചതിന് ശേഷമാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തത്. ശ്രീമതി വീണ കോടതിയിൽ ബോധിപ്പിച്ചത് തനിക്കിതേപ്പറ്റി നേരിട്ട് അറിവൊന്നുമില്ല, പത്രവാർത്തകൾ കണ്ടു, ഈ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ പോകുന്നു, സംസ്ഥാന സർക്കാരും അവരുടെ സ്ഥാപനമായ KSIDCയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹർജി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിവരം അറിഞ്ഞു. അങ്ങനെ കേട്ടറിവിൻ്റെയും കണ്ടറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതുപോലെയുള്ള അന്വേഷണമൊക്കെ നടത്തുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ അത് വലിയ വലിയ ഫ്രോഡുകൾ നടത്തിയ ആൾക്കാർക്ക് എതിരെയാണ് നടത്തുന്നത്. ഇപ്പോൾ ജെറ്റ് എയർവേസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹാറ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ പല സ്ഥലത്ത് നടക്കുന്ന അന്വേഷണം പോലത്തെ ഒരു അന്വേഷണമാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടത്. വളരെ നിസ്സാരമായ എക്സാലോജിക്ക് പോലെ ഒരു സാധാരണ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കെതിരെ ഇങ്ങനൊരു അന്വേഷണം നടത്തുന്നത് ഏതാണ്ട് മൂട്ടയെ കൊല്ലാൻ പീരങ്കി വെടി വെക്കുന്ന പോലെയാണ് എന്ന രീതിയിലുള്ളൊരു വാദമാണ് അവിടെ പ്രധാനമായിട്ട് ഉന്നയിച്ചത്. മാത്രമല്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ദുരുദ്ദേശ പ്രേരിതമാണ്, ഒരു യുവ സംരംഭകയെ പല രീതിയിൽ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ്. ഇങ്ങനെയൊക്കെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ആരും വ്യവസായം തുടങ്ങാൻ ധൈര്യപ്പെടുകയില്ല. ഈ രീതിയിലാണ് പോയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഹർജി വന്നാൽ അത് ഏത് ഹൈക്കോടതിയാണെങ്കിലും ഫയൽ സ്വീകരിക്കും. എന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട ഏജൻസിയുടെ വാദം കേൾക്കും. അതിനുശേഷം സ്റ്റേ കൊടുക്കാതിരിക്കുകയും ചെയ്യും. പിന്നീട് വിശദമായ വാദം കേട്ടതിന് ശേഷം എപ്പോഴെങ്കിലും തീരുമാനമാക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നാഗപ്രസന്ന എന്ന് പറഞ്ഞ ജഡ്ജി, അദ്ദേഹം കമ്പനി നിയമത്തിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ് എന്ന് ജഡ്ജ്മെൻറ്റ് വായിച്ചറിയും. അദ്ദേഹം രണ്ട് ഭാഗക്കാരുടെ വാദം വിശദമായിട്ട് കേട്ടു. അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായത്. പ്രമുഖനായ അരവിന്ദ് ദത്താർ എന്ന അഭിഭാഷകനാണ് വീണയ്ക്ക് വേണ്ടി ഹാജരായത്. അദ്ദേഹത്തിന് ഫീസ് കൊടുക്കാനൊക്കെ ആയിട്ട് DYFIക്കാർ എത്ര കോടി രൂപ ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ടാവും എന്ന് നമ്മൾ ഊഹിച്ചാൽ മതി. ഏതായാലും അത്ര ഗംഭീരനായ ഒരു അഭിഭാഷകൻ ഘോരമായിട്ട് വാദിച്ചു. വാദമൊക്കെ വളരെ ഗംഭീരമായി. പക്ഷേ കോടതി തീരെയും കൺവിൻസ്ഡ് ആയില്ല എന്ന് വേണം നമ്മൾ ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടത്താനുള്ള എല്ലാ അവകാശവും കേന്ദ്ര സർക്കാരിനുണ്ട്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കുണ്ട്, ഓഫീസിനുണ്ട്. അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ നിയമവിരുദ്ധമായിട്ടോ ഭരണഘടനാ വിരുദ്ധമായിട്ടോ ഒന്നും തന്നെ കാണുന്നില്ല. അതുകൊണ്ട് അന്വേഷണം അക്ഷീണം അഭംഗുരം തുടരാം എന്നാണ് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി കൽപ്പിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിൻ്റെ പുറത്ത് അവിടെ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതുമായിട്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ കർണാടകയിൽ തന്നെ ഡിവിഷൻ ബെഞ്ചിലോ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പണ്ട് ജോൺ ഇല്ലിക്കാടിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ മാണി അതിനെതിരെ ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയുമായിട്ട് പോവുകയും ജസ്റ്റിസ് കമാൽ പാഷ സീസറിൻ്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്ന പരാമർശത്തോടി ഹർജി തള്ളുകയും ചെയ്തതായിരുന്നു നമുക്കറിയാം. ഏതാണ്ട് അതുപോലൊരു പരിണതിയിലേക്ക് ഇനിയും പോയേക്കാം. സീസറിൻ്റെ ഭാര്യയ്ക്ക് പകരം സീസറിൻ്റെ മകൾ സംശയാതീതയായിരിക്കണം എന്ന ഒരു മാറ്റത്തോട് കൂടിയിട്ട്, എന്നൊരു ചെറിയ ഭേദഗതിയോട്ട് അത് തള്ളിപ്പോകാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ ഒരു പരിണതിയിലേക്ക് പോകാൻ ഇപ്പോഴത്തെ നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിൻ്റെ പരമോന്നത നേതാവായിരിക്കുന്ന നമ്മുടെ കാരണഭൂതനും തയ്യാറാകുമോ എന്നുള്ളത് വേറെ ചോദ്യമാണ്. മുമ്പ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ മാത്യു കുഴൽനാടൻ്റെ മൈക്ക് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മൈക്ക് ഓഫ് ചെയ്താൽ തീർന്ന പ്രശ്നമല്ല ഇത് കോടതിയുടെ മുമ്പിൽ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്, പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ്. മൈക്ക് ഓഫ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നം ഇല്ലാതാക്കാൻ പറ്റുകയില്ല. പിന്നെ സ്പീക്കറെ സംബന്ധിച്ചോളം തൽക്കാലത്തേക്ക് തടി കഴിച്ചിലാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ആരോപണം കുഴൽനാടിന് വേണമെങ്കിൽ സഭയ്ക്ക് പുറത്തു ഉന്നയിക്കാം. വീണ മാനനഷ്ട കേസ് കൊടുക്കുക പിന്നെ മാർഗമുള്ളൂ. അതിനു മുമ്പായിട്ട് വീണയ്ക്ക് മാനമുണ്ടെന്ന് ആദ്യം തെളിയിക്കേണ്ടി വരും. അതിനുശേഷം വേണേൽ മാനനഷ്ട കേസ് നിലനിൽക്കുള്ളൂ. പിന്നെ രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ ശ്രമിച്ചു എന്ന പഴയ വ്യവസ്ഥ ഉപയോഗിച്ച് മാത്യു കുഴൽനാടനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. KT ജലീൽ ഒരു പരാതി ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കും. ഒരു പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിൽ ഒരു സംഘത്തെ രൂപീകരിച്ച് 6-7 DYSPമാർ 10-15 സർക്കിൾ ഇൻസ്പെക്ടർമാരൊക്കെ ആയിട്ട്
പോയിട്ട് മാത്യുവിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. അതൊക്കെ അല്ലാതെ ഇതിൻ്റെ അപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലേക്കാണ് പോകുന്നത് നമ്മൾ വിചാരിച്ചു. അത് തന്നെ സംഭവിച്ചു. ഏതായാലും കർണാടക ഹൈക്കോടതി അടിച്ചപ്പോൾ കൃത്യം നെറുകന്തലക്കിട്ട് തന്നെ കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. മകളോട് വലിയ വാത്സല്യമുള്ള ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് നിയമസഭാ തലത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെന്ന് കേൾക്കുമ്പോഴേ പുള്ളിക്ക് വിറയിലും തുള്ളപ്പനിയും വന്നത്. ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് കോമരം തുള്ളുന്ന പോലത്തെ തുള്ളലാണ് പുള്ളി തുള്ളിയത്. അതൊക്കെ പോയിട്ട് ഇപ്പോൾ വളരെ പരിതാപകരമായ രീതിയിൽ എത്തിയിരിക്കുന്നത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വേറെ രണ്ട് പേരുടെ മുഖങ്ങളാണ്. ഒന്ന് ശ്രീ കെ കരുണാകരൻ്റെ കാര്യമാണ്. കരുണാകരൻ്റെ മകൾ പത്മജ അന്ന് ഞങ്ങളുടെ മണ്ഡലമായ മുകുന്ദപുരത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ 2004 ഇന്നത്തേക്ക് കൃത്യം 20 കൊല്ലം മുമ്പ്. അവരെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ്, അധിക്ഷേപങ്ങളാണ്, അവഹേളനമാണ് ഈ സഖാക്കൾ നടത്തിയെന്നറിയാം. ഇവരെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ക്രൈം മാസികയുടെ ലക്കങ്ങൾ, 10,000-കണക്കിന് കോപ്പികൾ CPM പ്രവർത്തകരെ എല്ലാ വീട്ടിലെത്തിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവരുടെ പ്രതിച്ഛായ കളങ്കിതമാക്കി അവരെ പരാജയപ്പെടുത്തിയത്. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇത് കാണുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. സോളാർ വിവാദം ഉണ്ടായ കാലത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചും എന്തൊക്കെ അപഖ്യാതികളാണ് പ്രചരിപ്പിച്ചത്. അതൊക്കെ അവർ രണ്ടുപേരും സഹിച്ചു. സഹിക്കാല്ലാതെ വേറെ മാർഗ്ഗമില്ല. പൊതുപ്രവർത്തകരായി കഴിഞ്ഞാൽ പിന്നെ പെൺമക്കളും കൂടി ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള അപവാദങ്ങൾ സഹിക്കേണ്ടതായിട്ട് കേൾക്കേണ്ടതായിട്ട് വരും. കരുണാകരൻ്റെ കാര്യത്തിലും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഈ ചരിത്രം എന്ന് പറയുന്നത് ഒരു കരുണയുമില്ലാത്ത ഒരു വിഷയമാണ്. ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഇതൊക്കെ കാണുമ്പോഴാണ്. പിണറായി വിജയൻ്റെ ഈ ജീവിത സായന്തന കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ചും ഇതുപോലെയുള്ള കഥകൾ തന്നെയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ വീണയ്ക്ക് കാനഡയിൽ ഒരു കമ്പനി ഉണ്ടെന്നു, Sky 11 എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പ്രൊമോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് വാർത്തയിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഡയറക്ടർമാരുടെയും ഫൗണ്ടർമാരുടെയും പ്രൊമോട്ടേഴ്സിൻ്റെയൊക്കെ പേര് ഭേദഗതി ചെയ്തായിട്ടും വാർത്തയിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ സംഗതികൾ വളരെ ജോറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണയെ ആവശ്യത്തിന് തെളിവ് കിട്ടിയാൽ ഇവർ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല, അത് സർക്കാരും അല്ലെങ്കിൽ കുറ്റാരോപിതയും തമ്മിലുള്ളൊരു വിഷയമാണ്. നേരെ മറിച്ച് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ധാർമ്മികതയുടെ അവസാന വാക്ക് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. രാഷ്ട്രീയ ധാർമ്മികത, രാഷ്ട്രീയ സദാചാരം എന്നീ വാക്കുകൾ കണ്ടുപിടിച്ചു തന്നെ അവരാണ്. എപ്പോഴും ഇടതുപക്ഷ മുന്നണി സർക്കാരുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് നീലോഹിദാസ് നാടാർക്ക് രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് TU കുരുവിളക്കും PJ ജോസഫിനും ഇടതുമുന്നണി മന്ത്രിസഭകളിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൽ നിന്ന് ആദ്യം ശശീന്ദ്രനും പിന്നീട് കുവൈറ്റ് ചാണ്ടിക്കും രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഈ ധാർമ്മികത എന്ന് പറയുന്നത് കുവൈറ്റ് ചാണ്ടിക്കും ശശീന്ദ്രനും അല്ലെങ്കിൽ TU കുരുവിളക്കും PJ ജോസഫിനും നീലോഹിദാസ് നാടാർക്കും മാത്രം ബാധകമായിട്ടുള്ള ഒന്നാണോ എന്ന് തെളിയിക്കേണ്ടുന്ന ഒരവസരമാണ് ഇപ്പോൾ CPMൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുള്ളൂ, EP ജയരാജൻ രാജിവെച്ചു. ഈ ധാർമ്മികതയുടെ പേര് തന്നെയാണ്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജന് ധാർമ്മികത വേണം. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന് ഈ ധാർമ്മികത വേണ്ടേ? രാഷ്ട്രീയ സദാചാരം അദ്ദേഹത്തിന് ബാധകമല്ലേ? അതോ അദ്ദേഹത്തെ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളിൽ നിന്നും പാർട്ടി വിടുതൽ ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി കൈവന്നിരിക്കുകയാണ്. ഏതായാലും ക്യാപ്സൂൾ നിർമ്മാതാക്കളും ന്യായീകരണ തൊഴിലാളികളുമൊക്കെ തൽക്കാലം എന്ന് ഞാൻ പറയുന്നുള്ളൂ, തൽക്കാലം നിശബ്ദരാണ്. ഒരു പക്ഷേ ആറ്റം ബോംബ് പോലെയുള്ള എന്തെങ്കിലും ക്യാപ്സൂളുകളായിരിക്കും പാർട്ടിയുടെ അടുക്കളയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇത് അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.